നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. കാരണം 12ാം വ്യാഴം ജന്മവ്യാഴത്തേക്കാൾ കുറച്ചും കൂടി നല്ലതാണ്. എന്നാൽ ജന്മരാമം അനേദുഃഖം എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴവും പരിപൂർണമായിട്ട് നല്ലതല്ല. അത് കാരണം കൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പിഴവുണ്ട്. മാത്രമല്ല 10ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം കൂടിയുണ്ട്. അപ്പോൾ കണ്ടകശനി ദോഷം വന്നാൽ വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതി വന്ന മാനസിക ടെൻഷൻ ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക. അപ്പോൾ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ദോഷങ്ങളുണ്ട് എന്ന് മാത്രമല്ല, നല്ല പ്രതീക്ഷയും വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരവസ്ഥയും വന്നാലും അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഗുണഫലം കിട്ടാതെ ഇരിക്കാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് കണ്ടകശനിയുടെ ഒരു ദോഷം കൊണ്ടുള്ളത്. 12ാം ഭാവത്തിൽ ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ്. എന്നാൽ 11ൽ ലാഭസ്ഥാനത്ത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ധനം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് യോഗമുണ്ട്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ 12ാം തീയതി വരെ മാളവ്യയോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് വിനോദയാത്രകൾ പോലെയുള്ള കാര്യങ്ങൾ, ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് ഉതകുന്ന വസ്തുക്കൾ കരസ്ഥമാക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. അതിനുശേഷം ബുധനോട് യോഗം ചെയ്ത് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം പിന്നീട് മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. മാത്രമല്ല 2ാം ഭാവാധിപതി ബലവാനായി നിൽക്കുന്നു. അവിടെ തന്നെ നിപുണായോഗം ചെയ്ത് ആദിത്യനും ബുധനും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും സ്വയം മുന്നിട്ടിറങ്ങി സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ഗുണം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. മറ്റൊരാളുടെ സഹായം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല 5ാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക, മാനസികമായിട്ട് ടെൻഷൻ, ഒരു കാരണവുമില്ലാതെ അകാരണമായിട്ടുള്ള മാനസിക ടെൻഷൻ, ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനായിട്ടുള്ള യോഗവും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളാണ് വ്യാഴപ്പിഴവ് മുഖാന്തരമുള്ളത്. ലഗ്നത്തിൽ വ്യാഴം നിന്നാൽ ജന്മരാമവനേധുക്കെന്ന്, അപ്പം ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള എന്ത് ചെയ്യണം, എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയാണ് ബുധനായിട്ട് പ്രധാനമായിട്ട് അനുഭവിക്കുക. അതിനോടൊപ്പം തന്നെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയായത് കാരണം കൊണ്ട് നമുക്ക് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു സ്ഥാനചലനം മറ്റൊരു സ്ഥലത്ത് നിന്ന്, കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നല്ല മറ്റൊരു സ്ഥലത്തു നിന്നാണ് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തിൽ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണമെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ പോലും കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് മുടങ്ങരുത്. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കണം. ഓ നമോ നാരായണായ, ഓ നമോ ഭഗവതേ വാസുദേവായ മുതലായിട്ടുള്ള അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ ഒക്കെ ജപിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല പ്രാർത്ഥനയുണ്ടാകും. ക്ഷേത്ര ദർശനം, പരിഹാരങ്ങൾ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്താൽ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളുമൊന്നും ഇല്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനും നിരാശയും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, നല്ല പരിഹാരങ്ങൾ ചെയ്യുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. തൊഴിലിൻ്റെ കാര്യത്തിൽ വലിയ തടസ്സമില്ല. തൊഴിലിന് തക്കതായിരിക്കുന്ന ലാഭം കിട്ടില്ലെങ്കിലും തൊഴിലുണ്ടാകും. അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടാൻ ഈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.